ഹരേ കൃഷ്ണ. ആദ്യം തന്നെ ഏവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഏകാദശി എടുക്കുന്ന എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ ശക്തി തരട്ടെ പൂർത്തിയാക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഏകാദശി ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണല്ലേ. അപ്പോൾ മറ്റ് ഏകാദശിയിൽ നിന്ന് ഗുരുവായൂർ ഏകാദശിക്ക് വളരെ 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 അധികം പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഗുരുവായൂർ ഏകാദശി നമ്മൾ മോക്ഷത ഏകാദശി എന്നാണ് പറയപ്പെടുന്നത്. സാക്ഷാൽ ഗുരുദേവനും വായുദേവനും കൂടെ ചേർന്ന് മമ്മിയൂരപ്പന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ ദിവസമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പനെ, നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ ഗുരുവായൂർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊന്നുണ്ണി കണ്ണന്റെ പ്രതിഷ്ഠാദീന ദിനവും കൂടെയാണ് ഇന്ന് ഈ ഗുരുവായൂർ ഏകാദശി ദിവസം. മാത്രമല്ല ഭഗവാന്റെ പരമഭക്തനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ കൃതിയായ നാരായണീയം ഇന്നേ ദിവസമാണ് ഭഗവാന്റെ മുന്നിൽ നേരിട്ട് സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ടാണ് അവതരിച്ചത്. ഭഗവാന്റെ മുന്നിൽ അദ്ദേഹം 100 ദിവസം കൊണ്ടാണ് 100 ദശകം എഴുതി തീർത്തത്. അപ്പോൾ ആ അദ്ദേഹത്തിന്റെ കൃതി, അത്രയും മഹത്കരമായിട്ടുള്ള കൃതി ഭഗവാന്റെ മുന്നിൽ നേരിട്ട് അദ്ദേഹം സമർപ്പിച്ച ദിനവും കൂടെയാണ് ഇന്ന് ഈ ഗുരുവായൂർ ഏകാദശി ദിവസം. അതുകൊണ്ട് തന്നെ ഇന്ന് നാരായണീയത്തിന്റെ പിറന്നാൾ ദിനമായിട്ടും കൂടെ നമ്മൾ കൊണ്ടാടാറുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പാർത്ഥൻ അർജുനൻ വളരെയധികം ആശങ്കയോടുകൂടി രണഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാശങ്കയും വേണ്ട പാർത്ഥ, യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ് തന്റെ വിശ്വരൂപം മുഴുവൻ പാർത്ഥനെ കാണിച്ചു കൊടുത്ത് അത്രയും മഹത്കരമായിട്ടുള്ള ഭഗവത്ഗീത പിറന്നത് ഇന്നേ ദിവസമാണ്. ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസം ഇന്നേ ദിവസമാണെന്നാണ് പറയുന്നത്. നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ മറ്റൊരു ഭക്തനാണ് ചെമ്പൈ ശ്രീ വൈദ്യനാഥ ഭാഗവതർ. അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വീണ്ടും കിട്ടിയതും മാത്രമല്ല ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനായി ദർശനം കൊടുത്ത ദിവസവും ഇതുപോലൊരു ഗുരുവായൂർ ഏകാദശി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗുരുവായൂർ ഏകാദശിക്ക് അനേകം പ്രാധാന്യങ്ങൾ ഉള്ള ഒരു ഏകാദശിയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ ഏകാദശി എടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാവട്ടെ എന്ന് ഞാൻ നിറകൈകളോടുകൂടി ഞാൻ ആശംസിക്കുന്നു. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.